ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കിയെടുക്കാം. ഇത് ചോറിന് കൂട്ടാനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സാലഡായിട്ടും യൂസ് ആക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കളയുന്ന വാഴപ്പിണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഏത്തവാഴയുടെ പിണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെ നൂല് വന്ന ആ ഒരു ഇത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇനി അഥവാ നൂല് വരുവാണെങ്കിൽ ജസ്റ്റ് കയ്യിലൊന്ന് ചുറ്റിയെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അതായത് ഇതുപോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അത് റഫായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്, നമ്മുടെ എരിവിനായിട്ടുള്ള പച്ചമുളകും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. കടുക് ഒരുപാട് കൂടെ അരഞ്ഞു പോകരുത്. കടുക് ഇട്ടതിന് ശേഷം ഒരൊറ്റ കറക്കി എടുക്കാമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അരപ്പ് നമ്മുടെ പിണ്ടിയിലിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 കപ്പ് തൈര് മിക്സിയിലിട്ടിട്ട് ഒന്നൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കറക്കിയെടുക്കരുത്. കട്ടകളൊക്കെ മാറാൻ പാകത്തിനൊന്ന് അടിച്ചെടുക്കുക, എന്നിട്ട് അതും ചേർക്കാം. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് സോൾട്ടാട്ടോ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് പിങ്ക് കളറായിട്ടിരിക്കുന്നത് കേട്ടോ. സോൾട്ട് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഹെൽത്തി ആയിട്ട് ചെയ്യണത് കൊണ്ടാണ് പിങ്ക് സോൾട്ട് ചേർത്തത്. പിന്നെ ഇതൊക്കെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി സാലഡ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി പച്ചടി റെഡി ആയിട്ടുണ്ട്. വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മാത്രം കഴിച്ചാൽ മതി കേട്ടോ. ചോറുണ്ണാണ്ട് ചോറിൻ്റെ സ്ഥാനത്ത് ഇത് മാത്രമായിട്ട് കഴിച്ചാൽ മതി. അതുകൂടാണ്ട് ഡയബറ്റിക്കിനും പിന്നെ വയറിനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വാഴപ്പിണ്ടി നമ്മുടെ കുക്കുംബറൊക്കെ പോലെ വെറുതെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. കുക്ക് ചെയ്യാതെ തന്നെ കഴിക്കാവുന്ന ഒന്നാണ് വാഴപ്പിണ്ടി. അതുപോലെ ഈ വാഴപ്പിണ്ടി കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.